ഹായ് വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. ഇന്നത്തേതൊരു ചെറിയൊരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ആഫ്റ്റർനൂൺ ടൈമിൽ ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സിലബസ് നോക്കുന്നൊരു പരിപാടിയുണ്ട് കേട്ടോ. അപ്പോൾ കാരണം എന്തൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്, ഹോട്ട് ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാൻ മാക്സിമം സാധിച്ചിട്ടുണ്ടോ, അതെല്ലാം നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം എടുത്തത് സാമ്പത്തിക ശാസ്ത്രം, അതായത് എക്കണോമിക്സിലെ 5 ഇയർ പ്ലാനാണ് നോക്കാനായിട്ട് തുടങ്ങുന്നത്. അതിൽ പഞ്ചവത്സര പദ്ധതികളും മാതൃകകളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഏതൊക്കെ മാതൃകകളാണ് ഈ പഞ്ചവത്സര പദ്ധതിയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാത്സ് ദ ഫോളോയിങ്ങിലാണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ തന്നെയാണിത്. ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറും കൂടി നമുക്ക് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നത്, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്? ഇതൊരു മുൻവർഷ ചോദ്യമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത് 1956 മുതൽ 1961 വരെയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് വ്യാവസായിക പദ്ധതി എന്നാണ്. ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ ആരംഭിച്ചത് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച ഫക്രാനങ്കൽ, ഹിരാക്കുഡ് പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചത് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. അതുപോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകൾ നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കണം. അടുത്തതായിട്ട് വരുന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ജോഡിയായിട്ട് യോജിപ്പിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പദ്ധതികളും പ്രധാന ലക്ഷ്യങ്ങളുമാണ് അവർ യോജിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായിട്ടാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം. മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ്. നാലാം പഞ്ചവത്സര പദ്ധതി വരുന്നത് സ്ഥിരതയോടു കൂടിയ വളർച്ച അല്ലെങ്കിൽ സ്വാശ്രയത്വം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാം പഞ്ചവത്സര പദ്ധതി വരുന്നത് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവാണ്. എട്ടാം പഞ്ചവത്സര പദ്ധതിയിൽ മാനവശേഷി വികസനവും. ഒൻപതാം പഞ്ചവത്സര പദ്ധതിയിൽ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. പത്താം പഞ്ചവത്സര പദ്ധതിയിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. 11ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ്. 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സുസ്ഥിര വികസനം. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ പ്രധാനമായും പഠിക്കേണ്ടത് മാതൃകകളും അതുപോലെ ഓരോ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളുമാണ്. അടുത്ത ചോദ്യം, ഖരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ICDS നിലവിൽ വന്ന ഇന്ത്യയിലെ ദേശീയപാത സംവിധാനം അവതരിപ്പിച്ച പദ്ധതിയും ഇത് തന്നെയാണ്. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതിയാണ് ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഖരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി, രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക അനുസരിച്ചാണ് നടപ്പിലാക്കിയത്. ഓപ്ഷൻ സി, 1966 മുതൽ 1969 വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ഡി, 1978 ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസിൻ്റെ പ്രശ്നമുണ്ട്, അത് ഇവിടെ വീട് പണി നടക്കുന്നതുകൊണ്ടാണ്, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. ഇതിൽ തെറ്റായ ഓപ്ഷൻ ഏതെന്നാണ്? ഖരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഇതിൽ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ കിട്ടിയ കുറച്ച് സമയം കൊണ്ട് ഞാൻ ഈ 5 ഇയർ പ്ലാൻ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ കിട്ടുന്ന സമയങ്ങൾ, നിങ്ങൾക്ക് എത്ര വർക്കുണ്ടെന്ന് പറഞ്ഞിരുന്നാലും, നിങ്ങൾക്ക് എന്തുമാത്രം ടെൻഷനും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കാനായിട്ട് തന്നെ സമയം കണ്ടെത്തുക. ഒരിക്കലും നമുക്ക് ഒരു കംപ്ലീറ്റ് ടൈം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കിട്ടുന്ന സമയം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാക്സിമം എഫേർട്ട് കൊടുത്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കാനായിട്ടും സമയം കണ്ടെത്തി നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ബോധത്തോടു കൂടി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക.
പരാജയങ്ങളുണ്ടാകാം. പക്ഷേ നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ കഴിവിൻ്റെ മാക്സിമം നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എക്സാം കഴിയുമ്പോൾ പറയാറുണ്ട് പലപ്പോഴും, നമ്മൾ ഇത്രയും പോർഷൻ പഠിച്ചില്ലായിരുന്നു, പഠിക്കാണ്ട് പോയ പോർഷൻ എന്നാണ് ഇത്രയും ചോദിച്ചത്. അതെല്ലാം ആ എക്സാമിൻ്റെ ടൈമിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പഠിക്കുക, കിട്ടുന്ന ടൈം നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ കിട്ടുന്ന 1 hour 2 hour നല്ലതായിട്ട് പഠിക്കാൻ ശ്രമിക്കുക.